ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നൊരു വർക്കിംഗ് ഡേ ആട്ടോ. ഞാൻ കോളേജിലൊക്കെ പോയിട്ട് വന്നേക്കുവാണ്. ഉച്ചയ്ക്ക് തന്നെ വന്നു, കാരണം ഇന്നൊരു എക്സാം ആയിരുന്നു. അതുകൊണ്ട് ഉച്ചയ്ക്ക് വിട്ടു. വന്നപ്പോൾ ഞാൻ വിചാരിച്ചു എങ്കിൽ പിന്നെ ഒരു എഗ് റൈസ് ഉണ്ടാക്കിയേക്കാമെന്ന് കരുതി. അപ്പോൾ എഗ് റൈസ് ഉണ്ടാക്കിയപ്പോൾ നിങ്ങളെയും കൂടെ കാണിക്കാമെന്ന് കരുതി. അപ്പോൾ ഞാൻ ആദ്യം 2 മുട്ട എടുത്ത് അതിനകത്തേക്ക് കുറച്ച് കുരുമുളക് പൊടി ഉപ്പും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഈ 2 മുട്ട എന്നുള്ളത് നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യത്തിന് എടുക്കാം കേട്ടോ. ഞാനിത് കൂട്ടിയിട്ടുണ്ടായിരുന്നു. ഞാൻ 4 മുട്ട എടുത്തു, കാരണം 2 മുട്ട തികഞ്ഞില്ല. അതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ ഒരു പാനിനകത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഒന്ന് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം. കണ്ട, ഇത് നന്നായിട്ടൊന്ന് ചൂടാക്കി. ഇത് ഭയങ്കര എളുപ്പമുള്ള റെസിപ്പിയാണ് കേട്ടോ. വലിയ പണിയൊന്നുമില്ല. എന്നാൽ എഗ് റൈസ് ഇങ്ങനെയാണോ ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ ഇങ്ങനെയൊന്നും അല്ല ഉണ്ടാക്കുന്നത്. നല്ല പ്രോപ്പറായിട്ടുള്ള വേറെ മെത്തേഡൊക്കെ ഉണ്ട്. പക്ഷേ എൻ്റെ എഗ് റൈസ് ഇതാണ്. അപ്പം ഞാൻ ഒഴിക്കുന്നൊന്നും കാണിക്കാത്ത ഞാൻ തന്നെത്താൻ കേട്ടോ ക്യാമറ ചെയ്യുന്നത്. അതുകൊണ്ടാണ്. അടുത്തത് ഇങ്ങനെ മുട്ടയൊന്നും വെച്ചിട്ട് ഇങ്ങനെ ചിക്കി എടുക്കാമെന്ന് പറയില്ലേ, മുട്ട അങ്ങനെ ഒന്ന് ആക്കിയെടുക്കണം മുട്ട. അതിലിങ്ങനെ നന്നായിട്ടൊന്ന് ചിക്കി എടുത്തിട്ട് ഇതേ പാനിലേക്ക് നമ്മൾ കുറച്ചുകൂടെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിനകത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സബോള ഒന്ന് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് സബോളയ്ക്കകത്തേക്ക് വേണമെങ്കിൽ കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്തു കേട്ടോ. എന്നിട്ട് അതിലേക്ക് കുറച്ച് പച്ചമുളകും കൂടെ, അതൊക്കെ സബോളയും പച്ചമുളകൊക്കെ നിങ്ങളുടെ ആവശ്യത്തിന് എടുത്തു കേട്ടോ. എനിക്ക് ഇങ്ങനൊന്നും പറഞ്ഞു തരാനൊന്നും അറിയില്ല. ജസ്റ്റ് ഇങ്ങനെ ഞാൻ ചെയ്ത മെത്തേഡാട്ടോ ഞാൻ പറയുന്നത്. ഇത് കറക്റ്റ് മെത്തേഡാണോന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ഇത് സംഭവം കൊള്ളായിരുന്നു, നല്ലതായിരുന്നു കേട്ടോ. അതിനകത്തേക്ക് ഞാനൊരു തക്കാളിയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അത് നന്നായിട്ട് വരുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കണം. എന്നിട്ട് അതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, കുരുമുളക് പൊടി, ഇങ്ങനെ എൻ്റെ കൈക്കിട്ട് കുറച്ച് മസാലകളും കൂടെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അത് എടുക്കാൻ മറന്നുപോയതാണ് കേട്ടോ ആ വീഡിയോ. എന്നിട്ട് നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും മസാല ആഡ് ചെയ്ത് നല്ലതാണെന്ന് തോന്നുവാണെങ്കിൽ നിങ്ങൾ അതും കൂടെ ആഡ് ചെയ്തോ. എനിക്ക് ഇത്രയും മസാല എൻ്റെ കൈ കിട്ടിയുള്ളൂ ഇന്ന് ഷെൽഫിൽ നിന്ന്, അതുകൊണ്ട് ഞാൻ ഇത്ര ആഡ് ചെയ്തുള്ളൂ. അല്ലാണ്ട് വേറെ എന്തെങ്കിലും കൂടെ കിട്ടിയെന്നാൽ ഞാൻ അതും കൂടെ ആഡ് ചെയ്യണം. വല്ല ചിക്കൻ മസാല, വെജിറ്റബിൾ മസാല അങ്ങനെ എന്തെങ്കിലും കിട്ടണമെങ്കിൽ അതും കൂടെ ആഡ് ചെയ്ത് നോക്ക്. ടേസ്റ്റ് ഉണ്ടായിരിക്കും കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ നോർമൽ റൈസ് എടുത്ത് അതിനകത്തേക്ക് ഈ ഉണ്ടാക്കി വെച്ച എഗ് മസാലയും കൂടെ ആഡ് ചെയ്ത് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. നല്ല ടേസ്റ്റാണ് കേട്ടോ, ചുമ്മാ അറിയില്ല, അടിപൊളി ടേസ്റ്റാണ്. ഞാൻ എൻ്റെ കൂടെ അടുത്ത് കച്ചമ്പറാണ്. അച്ചാറും നല്ലതായിരിക്കും, പിന്നെ സോസ് നല്ലതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ